ഹായ് പ്ലസ് വൺ മക്കളെ, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ ഈ വീഡിയോ എന്നാ കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങളൊക്കെ നല്ല ടെൻഷനിലായിരിക്കും പ്ലസ് വൺ ബോർഡ് എക്സാമിനെ കുറിച്ചല്ലേ. കാരണം ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്, ഒന്നും അങ്ങോട്ട് മെനയായിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്കുള്ള അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ആണിത്. നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് എന്നാണ് കാണുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടും മാത്രമല്ല, ഇതിപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ജനുവരി 2-ാം തീയതി ആണെങ്കിലും നിങ്ങളിത് ജനുവരി 10-നോ 15-നോ ഒക്കെ കണ്ടാലും ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. സോ അവസാനം വരെ കാണാം, പ്രത്യേകം ശ്രദ്ധിക്കുക, അവസാനം വരെ കാണണം. കാരണം ലാസ്റ്റ് ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ട്, അതടക്കം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോനെ മറന്നുപോകാതിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ. യെസ്, എടാ പ്ലസ് വൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന 3 കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയിലായിരിക്കും. ആദ്യത്തെ കാറ്റഗറി സാറേ ഞാൻ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, അഥവാ അവരെന്താണ് 0 to 50% അവർ കംപ്ലീറ്റ്, ചിലപ്പോൾ 0 ആയിരിക്കും, ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. ആൻഡ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 50 to ഒരു പകുതിയൊക്കെ പഠിച്ച്, എസ്പെഷ്യലി ക്രിസ്മസ് എക്സാം വരെയുള്ള പോർഷൻസ് ഒക്കെ ഏകദേശം പഠിച്ചിട്ട് ഒരു 50% പകുതിയിലേറെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് രണ്ടാമത്തത്. ആൻഡ് മൂന്നാമത്തെ ഇത് നമ്മുടെ സിംഹവാലം കുരങ്ങ് പോലെ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന കാറ്റഗറിയാണ് എന്ത്, മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാറേ ഞാനിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും ഒരാശ്വാസം കിട്ടും. പക്ഷെ ഞാൻ കരുതുന്നത് എന്ന് പറയുന്നത് എന്താ പറയുക, മൊത്തം പ്ലസ് വൺ സയൻസിൽ ഏകദേശം 2 ലക്ഷം കുട്ടികളുടെ മുകളിലുണ്ടെങ്കിൽ അതിൽ പകുതിയിലേറെ പേരും എന്തായിരിക്കും ഈ ഒരു കാറ്റഗറി ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഒരു 50% ആൾക്കാർ ഈ കാറ്റഗറി ആയിരിക്കും, ഒരു 45 അല്ലെ 46% ആൾക്കാർ ഇതിലായിരിക്കും. 5% ഇതിലുണ്ടാകും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താണ് ആരും തീരാത്ത കുട്ടികളൊന്നുമില്ല. നമ്മളെ പെയ്ഡ് സ്റ്റുഡൻസിലൊക്കെ ഒത്തിരി ആൾക്കാർ എന്താണ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ചാപ്റ്റർ എങ്ങാൻ എന്താണ് സാർ അത് തന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ എന്താണ്, അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി ആണെന്നുള്ളത് പറയാം, A ആണോ B ആണോ C ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഓക്കെ റൈറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് പറയുന്നത്. നിങ്ങൾ 2 റിയലൈസേഷൻ, അത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തെ റിയലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് SSLC. ഇത് SSLC അല്ല. എന്താണ് SSLC അല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ SSLCയുടെ കേസിൽ നമ്മളൊരു പാഠം പഠിച്ച് ഒരു ലൈവിൽ, നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും അല്ലേ, കഴിഞ്ഞ വർഷം ഒരു ലൈവിലൊക്കെ നിങ്ങൾ ഇരുന്ന് അതിലെ ചോദ്യങ്ങളൊക്കെ വൃത്തിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പാഠത്തുനിന്ന് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പ്ലസ് വണ്ണിൻ്റെ കേസിൽ അങ്ങനെയല്ലല്ലേ. നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അതെന്താണ്, നമ്മൾ എത്ര ലൈവിൽ കണ്ടു കഴിഞ്ഞാലും ലൈവ് മാത്രം പോരാ, അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങളെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, ഒരു പാഠം ഓക്കെ എന്താണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അജാസ് സാർ ലൈവ് കൊണ്ട് ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും പരീക്ഷയ്ക്ക് എന്തായിരിക്കും, ആ പാഠത്തിന് 7 അല്ലെ 9 മാർക്കിന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്കിനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രശ്നം എന്താവണം, നിങ്ങൾ ഇത്തവണ നിർത്തുക. അതായത് ഒരു പാഠം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 520 ഒരു 500 മാർക്കിൻ്റെ മുകളിൽ കിട്ടുള്ളൂ അല്ലേ, ശരിയല്ലേ? അപ്പം എന്താണ്, അത് കൃത്യമായ ബോധ്യത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. SSLC അല്ല വെറുതെ ലൈവ് ഇങ്ങനെ കണ്ട് സിനിമ കാണുന്നതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാർ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, അതായത് 95% ആൾക്കാർ ഒരു 50%-ൻ്റെ മുകളിലേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളൊക്കെ. ഞങ്ങളൊക്കെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഭൂരിഭാഗം കുട്ടികൾ എന്തായിരുന്നു, സ്റ്റേറ്റ് ബോർഡ് മലയാളം മീഡിയം ആയിരുന്നു. അപ്പം എന്താ പറയുക, ഇവർ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അടക്കം ഞങ്ങൾ ഒക്ടോബർ നവംബർ വരെയൊക്കെ ഞങ്ങൾ എടുത്തിട്ട്, ഇപ്പം എന്താ നിങ്ങൾക്ക് തന്നെ അറിയാലേ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ, അപ്പം പഠിച്ച കുട്ടികളുടെ അവസ്ഥ. അപ്പം അതായിരുന്നു ഭൂരിഭാഗം ഞങ്ങളൊക്കെ. എന്നിട്ട് ഒന്ന് ട്രാക്ക് കയറി വരിക എന്ന് പറയുന്നത് തന്നെ ജനുവരി, അപ്പത്തേക്ക് പരീക്ഷ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആൻഡ് ഇതേ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു, ഡിലീറ്റഡ് പോർഷൻസ് അടക്കം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ വർഷവും ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, 520 എന്താണ് 500 മാർക്കിൻ്റെ മുകളിൽ സ്കോർ ചെയ്യാറുണ്ട്. അഥവാ ഒരു 98% ഒക്കെ മുകളിൽ അവർ സ്കോർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിൽ സെക്കൻഡ് ലാംഗ്വേജ് ഫുൾ മാർക്കും, ഇംഗ്ലീഷിൽ 1-2 മാർക്കും പോയ ആയിരക്കണക്കിന് കുട്ടികൾ എജ്യൂപോർട്ട് തന്നെ കഴിഞ്ഞ വർഷം പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ റിസൾട്ടൊക്കെ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം ദിസ് ഈസ് പോസിബിൾ. ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ഇത് എന്നാണ് കാണുന്നതെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ പോസിബിൾ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 2 കാര്യങ്ങൾ, SSLC അല്ല, ദിസ് ഈസ് പോസിബിൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഒരു കാര്യം ഞാൻ ഏറ്റവും ഫസ്റ്റ് പറയാം. ഒരു പാഠം നിങ്ങളിപ്പോൾ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഒരു പാഠം പഠിക്കണം എന്തായാലും അതിൻ്റെ ഒരു റിവിഷൻ വീഡിയോ നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഞാൻ പറയണം, സംഭവം ഇവിടെ ഞാൻ സെല്ല് ചെയ്യാൻ നോക്കുന്നില്ല, ഞങ്ങളെ ബൂസ്റ്റർ ബാച്ചാണ് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. 999 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ലേറ്റ് ആയിപ്പോയി, ഇനി കുറച്ച് ദിവസം ഉള്ളതൊന്നും കരുതാണ് നിങ്ങൾക്ക് അത് മുതലാവും. ഞാൻ പറയണം, വേണേൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സാമ്പിൾ ക്ലാസ് ഒന്ന് കണ്ടു നോക്ക്. ഇല്ലെങ്കിൽ നല്ല സാറേ ഞാൻ പൈസ ഒന്നും കൊടുക്കില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ ട്യൂഷൻ സെൻറ്ററിൽ ചെന്ന് ഞാൻ അവിടെ ചേർന്നിട്ട് എനിക്ക് ഓൺലൈൻ മതി എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കാണേണ്ടത് റിവിഷൻ വീഡിയോ എന്ത് ചെയ്യണം. നിങ്ങൾ ഏത് ചാപ്റ്റർ ആണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതാ ചാപ്റ്റർ, ഇപ്പോൾ ഞാൻ പേര് പറയാം, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് റിവിഷൻ എഡ്യൂപോർട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലാണ് നിങ്ങൾ മറ്റേ +1 +2 ചാനലാണ് നിങ്ങൾക്ക് കിട്ടുക. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. സ്റ്റെപ്പ് നമ്പർ 1 അത് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തം ഇരുന്ന് കാണുക, ചെയ്യാൻ പറയുമ്പോൾ ചെയ്തൊക്കെ നോക്കി തന്നെ കാണുക. അതിനുശേഷം നിങ്ങൾ PYQ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അറിയാമെന്നും പറഞ്ഞ് വിടരുത്. PYQ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യണം. അപ്പം നിങ്ങൾ കരുതും സാർ PYQ പോലത്തെ വന്നില്ലടാ. PYQ ഇസ് ദ ബെഞ്ച് മാർക്ക്. അതിലൊരു മാറ്റം, അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ ക്രിസ്മസ് എക്സാമും എന്താ പറയുക, ഇനി വരുന്ന മോഡൽ എക്സാമിലൊന്നും എന്തില്ല വല്ലാതെ ഡിഫിക്കൽറ്റി ഒന്നും കൂടുന്നു തോന്നില്ല ക്രിസ്മസ് എക്സാം വെച്ചിട്ട് തന്നെ. അപ്പം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് അത് ബൈ ഹാർട്ട് പഠിക്കുകയല്ല. ഉദാഹരണത്തിന് എന്താ പറയുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസിന്റെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കും പെർമ്യൂട്ടേഷനും കോമ്പിനേഷൻ എന്ന് ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങളെ ഫൈനൽ എക്സാമിന് ചിലപ്പോൾ മിസ്സിസിപ്പിൻ്റെയോ ഹിരോഷിമയുടെയോ ആണ് എന്ത് ചെയ്യുക ചോദിക്കാമെന്ന് മാത്രമേ. പക്ഷേ അതേ ടൈപ്പ് ആയിരിക്കും, പുതിയ ടൈപ്പുകളും പുതിയ പാറ്റേണൊന്നും വരാനുള്ള സാധ്യത എന്തില്ല, തീരെയില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ. അല്ലാതെ റിവിഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീരൂല. അത് SSLCക്കേ നടക്കുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ക്ലിയർ അല്ലേ? ഈ സാധനം ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്ന് ക്ലിയർ എന്നൊന്ന് കമൻറ്റ് ചെയ്തോട്ടെ, ഇത് ലൈവ് അല്ലെങ്കിൽ കൂടി. ഓക്കെ, റെഡി. ഇനി അടുത്തത് എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, പകുതി പഠിച്ച ആൾക്കാർക്കും ജനുവരി 2-ന് തുടങ്ങുന്ന ആൾക്കാർക്കും ജനുവരി 20-ന് തുടങ്ങുന്ന ആൾക്കാർക്കും ഒക്കെ ഒരേ മെത്തേഡ് തന്നെയാണ്. അതായത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ നോട്ട്ബുക്കോ എന്തല്ല, നോട്ട്ബുക്ക് എടുത്തില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നിങ്ങൾ ഓരോ പാഠത്തുനിന്നും ഇപ്പോൾ 0% ആണ് നിങ്ങൾ അതൊന്നും ഈ എക്സസൈസ് ചെയ്യണം, കാരണം നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ചില ചാപ്റ്ററെങ്കിലും നിങ്ങൾക്ക് ഒരു 90% അറിയുന്നതിൻ്റെ 90 ഏകദേശം എനിക്ക് അറിയാമെന്ന് പറയൂലേ, അതാണ് ഒരു 90% ഓർ അതിൻ്റെ മുകളിൽ. അങ്ങനെയുള്ള എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തുടരുത്. ഫെബ്രുവരി 10 വരെ. ഓക്കെ, അത് നമുക്ക് റിവിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യാം, പഠിക്കാം. മനസ്സിലായില്ല? അതേപോലെ സെറ്റ് ചിലപ്പോൾ നിങ്ങൾ ആവേശത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനി പഠിക്കണ്ട. അല്ലാത്ത ചാപ്റ്റേഴ്സ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസം പഠിക്കുക. ആൻഡ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫെബ്രുവരി 10 വരെ നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാ പഠിക്കുക, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റിവിഷൻ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഒരു ഡിസ്ട്രാക്ഷൻസും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരു ചാപ്റ്റർ പഠിച്ചു തീരാന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതെന്താണ്, സ്കൂൾ പ്രീ ബോർഡിന് എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഓടിച്ച് പോവാം. അല്ലെങ്കിൽ എന്താണ്, ലൈവുകൾ മാത്രം ഇങ്ങനെ കാണും. ഒരു ദിവസം 3 ചാപ്റ്റർ 1 മണിക്കൂറിൽ നിന്ന് പറഞ്ഞ ലൈവ്, അതൊന്നും കാണാം. അതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ്. കാരണം എന്താ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് എന്നാ മനസ്സിലായിട്ടുണ്ട്, ക്രിസ്മസ് എക്സാം ഒക്കെ കഴിയുമ്പോൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണടാ അങ്ങനത്തെ ക്ലാസ്സുകളുടെ ഒക്കെ എഫക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ സാധനം ഒരു പിൻ ചെയ്ത് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കഴിഞ്ഞ റിവിഷൻ ക്ലാസ് കണ്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. വേറെ ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഓക്കെ, അത് സെറ്റാണല്ലോ. പിന്നെ ഫെബ്രുവരി 10 വരെ നിങ്ങൾ എത്ര നമ്പർ ഓഫ് ചാപ്റ്റർ തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഒരു ദിവസം 2 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ തീർക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് ഒരു ടഫ് ചാപ്റ്ററും ഒരു സിമ്പിൾ ചാപ്റ്ററും, ഒരു വലിയ ചാപ്റ്ററും അല്ല ഒരു ചെറിയ ചാപ്റ്ററും എന്നുള്ള ഒരു ദിവസം 2 തീർക്കുക. പക്ഷെ ആദ്യം ഒരു ദിവസം 1 തീർത്താൽ മതി. മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫെബ്രുവരി 10 വരെ ഇതേ തന്നെ ചെയ്യാം. ഫെബ്രുവരി 10 എന്ന് പറയുമ്പോൾ എന്താ, മോഡൽ എക്സാമിന് 5 ദിവസം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ മാരത്തോൺ റിവിഷൻ. അതുവരെ നിങ്ങൾ മാരത്തോൺ റിവിഷനിൽ കയറിയിട്ടില്ല, എനിക്കൊരു പ്രശ്നമില്ല. കാരണം ആൾ കുറവാണ്, അതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വൃത്തിയിലിരുന്ന് പഠിച്ചതിന് ശേഷം മാത്രം കയറുക എന്നുള്ള. അതിനുശേഷം നമ്മൾ മോഡൽ എക്സാമിന് മാക്സിമം മാർക്ക് നോക്കാനുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, ഫെബ്രുവരി 21 മോഡൽ എക്സാം കഴിയുന്നവരെ മോഡൽ എക്സാം മോഡായിരിക്കും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കാതെ മാറ്റി വെച്ച ചാപ്റ്റർ എന്തായാലും നിങ്ങൾ മാരത്തോണിലോ ലൈവ് റിവിഷനിലോ കയറിയിട്ട് അത് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ വരെ നിങ്ങൾ എത്ര ചാപ്റ്ററാണോ പഠിച്ചു തീർത്തത് അതും സെറ്റ് ചെയ്യണം. ബാക്കി നിങ്ങൾ ഇരിക്കണം വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇരുന്നിട്ട് എന്ത് ചെയ്യുക, തട്ടിക്കൂട്ട് കുറച്ച് മാർക്ക് വാങ്ങുന്നത് നല്ലതാണ്. മോഡൽ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. ക്ലിയർ അല്ലേ? ആ പാർട്ട് ക്ലിയർ അല്ലേ?
എന്നിട്ട് എന്ത് ചെയ്യണം, അതാണ് ഞാൻ ഇവിടെ പറയാം, എൻഷുർ യു സ്കോർഡ് ഫുൾ മാർക്സ് ഇൻ ചാപ്റ്റേഴ്സ് വിച്ച് യു സ്റ്റഡീഡ്. അതായത് ഓൾറെഡി പഠിച്ചെന്ന് പറഞ്ഞ് പഠിക്കാതിരുന്ന ചാപ്റ്ററും ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനും ഫുൾ മാർക്ക് എന്ത് ചെയ്യണം, പരീക്ഷാ പേപ്പറിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള റിവിഷനാണ് ആ ലൈവിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ ചാപ്റ്ററും ഇരുന്നിട്ടില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അത് ക്ലിയർ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ട്, ഫെബ്രുവരി 21 മുതൽ എന്ത് ചെയ്യണം എന്നാ. ഫെബ്രുവരി 21 മുമ്പ് എന്ത് ചെയ്യണം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. പക്ഷെ ഒരു സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരണല്ലോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത് +1 ബയോ സയൻസ് കുട്ടികളുടെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ടോട്ടൽ നിങ്ങൾ നോക്കിയാൽ 28 56 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഫിസിക്സിന്റെ കേസിൽ ചിലപ്പോൾ 1-2 മോഷനെ സ്ട്രേറ്റ് ലൈൻ എനിക്കറിയാം, മോഷനെ പ്ലെയിൻ എനിക്കറിയാം, ആദ്യം അറിയുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ 14 ചാപ്റ്ററിന് ഫെബ്രുവരി 21 ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ചാപ്റ്റേഴ്സ്. അവിടെ നിങ്ങളെ സ്കില്ല്, നിങ്ങളുടെ എഫേർട്ടാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ചിലപ്പോൾ എന്താ നേരെ പകുതി ഒരു 7 ചാപ്റ്റർ ഞാൻ തീർത്ത് 7 പെൻഡിങ് ഉണ്ടാവും. അങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 56 പകരം ചിലപ്പോൾ ഇതാണ് 30 ആയിരിക്കും, ചില ആൾക്ക് 15 ആയിരിക്കും, ചില ആൾക്ക് 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് എത്ര ചാപ്റ്റർ ആണെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇത്രയും കാലം, അതായത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന അന്ന് മുതൽ ഫെബ്രുവരി 21 വരെ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠനത്തിന്റെ ട്രാക്കിലാണ്. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓരോ പരീക്ഷകൾക്കിടയിലും ആവശ്യത്തിലധികം നിങ്ങൾക്ക് ലീവ് ഉണ്ട്. നോക്ക്, അതായത് 21 കഴിഞ്ഞിട്ട് 9 ദിവസത്തിന് ശേഷമാണ് നിങ്ങളുടെ ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഏത് കുട്ടിക്കും ഈസിലി മാർക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പം അവിടെ ഇനിയുള്ള ദിവസം ഈ ചാപ്റ്ററിന്റെ ലിസ്റ്റുമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഫെബ്രുവരി 21 ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പം അതുവരെയുള്ള പ്ലാന് നിങ്ങൾ സെറ്റ് ആവുക. എത്ര ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സാറേ അത് ശരിയാണല്ലോ, ഇതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഞാൻ പറയാന്നുള്ള കമൻറ്റ്, മാർച്ചിൽ തുടങ്ങിയാൽ ശരിക്കും കുറേ തീർക്കാൻ പറ്റില്ലേ, പരീക്ഷയ്ക്കിടയിൽ എന്തുണ്ട് കുറേ ഗ്യാപ്പ് ഉണ്ട് അല്ലേ എന്നും കരുതി നിങ്ങൾ മാറ്റി വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ കരുതുന്നത് കുറച്ചും കൂടി നാളെ പഠിക്കുക, നാളെ ലൈവ് ആകട്ടെ, മാർക്ക് പോകുന്നത് നിങ്ങൾക്കാണ്, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവില്ല, ഒക്കെ നിങ്ങൾക്ക് ശരിയാണല്ലോ. സോ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ റെഡി ആയിട്ട് ഈ പറയുന്ന പോലെ പഠിക്കുക. ഫെബ്രുവരി 21 നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഉറപ്പായിട്ടും ഞങ്ങളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. ടെൻഷൻ അടിക്കണ്ട, എജ്യൂപോർട്ട് കൂടെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ട് തയ്യാറാണെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. മാത്രമല്ല എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. ഇത്തവണത്തെ +1 എന്ത് ചെയ്യും, നമ്മൾ തകർക്കും. ഇതുവരെ ഒരാൾക്കും കിട്ടാത്ത വിജയ ശതമാനം എന്ത് ചെയ്യും, +1 സയൻസുകാർ ഇത്തവണ നേടിയെടുക്കും. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, ഞങ്ങളും ഉണ്ടാവും, ഒരുമിച്ച് നമുക്ക് നേടാം. സോ എന്തായാലും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം. ശരി.